എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ന് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? തൈമിൻ. തൈമിനാണ് RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. DNA പോലെ തന്നെയുള്ള മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA-യും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. RNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ഭൂരിഭാഗം RNA-കളിലും ഒരിഴ മാത്രമാണ് കാണപ്പെടുന്നത്. RNA-യിലടങ്ങിയ പഞ്ചസാര ഏതാണ്? റൈബോസ് പഞ്ചസാര. RNA-യിലടങ്ങിയ പഞ്ചസാരയാണ് റൈബോസ് പഞ്ചസാര. RNA-യിൽ തൈമിൻ ബേസ് കാണപ്പെടുന്നില്ല. ഇതിനു പകരമുള്ളത് യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണ്. തൈമിനു പകരം RNA-യിൽ കാണപ്പെടുന്നത് യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണ്. കോശമർമ്മത്തിൽ കാണപ്പെടുന്ന ക്രോമസോമുകളിലാണ് DNA ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് DNA സ്ഥിതി ചെയ്യുന്നത്? കോശമർമ്മത്തിൽ കാണപ്പെടുന്ന ക്രോമസോമുകളിലാണ് DNA സ്ഥിതി ചെയ്യുന്നത്. DNA-യുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണമായ ജീനുകൾ കാണപ്പെടുന്നത് DNA-യിലാണ്. പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണമായ ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? DNA-യിലാണ് കാണപ്പെടുന്നത്. ചുറ്റുഗോവണിയുടെ ആകൃതിയാണ് DNA-ക്കുള്ളത്. ചുറ്റുഗോവണിയുടെ ആകൃതിയാണ്. 1953 ഈ മാതൃക അവതരിപ്പിച്ചതാരാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞരാണ് DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞരാണ് 1953 ചുറ്റുഗോവണി മാതൃക ഏതിന്റെ? DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത്. ചുറ്റുഗോവണി മാതൃകയനുസരിച്ച് DNA തന്മാത്ര 2 ഇഴ ചേർന്നതാണ്. ചുറ്റുഗോവണി മാതൃകയനുസരിച്ച് DNA തന്മാത്ര എത്ര ഇഴകൾ ചേർന്നതാണ്? 2 ഇഴകൾ ചേർന്നതാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന 2 നെടിയ ഇഴയും നൈട്രജൻ ബേസുകൾ ചേർന്ന പടികളുമുള്ള ഘടനയാണ് ഇതിനുള്ളത്. നിങ്ങൾ കണ്ടിരിക്കൂലേ? ഏകദേശം ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ 2 നെടിയ ഇഴയും പിന്നെ ഇങ്ങനെ പടികൾ പോലെയുള്ള ഘടനയുമാണ് DNA-ക്കുള്ളത്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന 2 നെടിയ ഇഴ. ഈ 2 ഇഴകള് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നതാണ്. നൈട്രജൻ ബേസുകൾ ചേർന്ന പടികളുള്ള ഘടന ഈ കാണുന്നതാണ്. ഈ പടികൾ പോലെയുള്ള ഘടനയാണ് നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടുള്ള ഘടനയാണ് ഇത്. അടുത്തത്, ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡി. 23 ജോഡി എന്ന് പറയുമ്പോൾ എത്രയാണ്? 46 എണ്ണമാണ് മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം. ഓരോ ജീവജാതിയിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 23 ജോഡി അഥവാ 46 എണ്ണമാണ്. ഇതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമാണ്. 46 എണ്ണമാണെന്ന് പറഞ്ഞു. ഇതില് 44 എണ്ണം എന്താണ്? സ്വരൂപ ക്രോമസോമാണ്. സ്വരൂപ ക്രോമസോം എന്നാൽ എന്താണ്? ഒരുപോലെയുള്ള 2 ക്രോമസോം ചേർന്നതാണ് ഒരു സ്വരൂപ ജോഡി. ഒരുപോലെയുള്ള 2 ക്രോമസോം ചേർന്ന ഒരു ജോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വരൂപ ജോഡി എന്ന് പറയുന്നത്. ഇനി ബാക്കി 2 എണ്ണം ഇല്ലേ? ഇവിടെ 46-ലും 44 സ്വരൂപ ക്രോമസോം ഉണ്ട്. കൂടാതെ 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണം എന്താണ്? ലിംഗനിർണയ ക്രോമസോമാണ്. ഈ വരുന്ന 2 എണ്ണം സെക്സ് ക്രോമസോംസ് എന്ന് അറിയപ്പെടുന്നു. ലിംഗനിർണയ ക്രോമസോം 2 തരത്തിലുണ്ട്. അവയെ എക്സ് ക്രോമസോം എന്നും വൈ ക്രോമസോം എന്നും വിളിക്കാം. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ് ക്രോമസോം അല്ലെങ്കിൽ വൈ ക്രോമസോം. ഇങ്ങനെ 2 തരത്തിലാണ് ലിംഗനിർണയ ക്രോമസോമുകൾ ഉള്ളത്. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമും പുരുഷന്മാരിൽ 1 എക്സ് ക്രോമസോമും 1 വൈ ക്രോമസോമുമാണ് ഉള്ളത്. സ്ത്രീകളിൽ എങ്ങനെയാണ്? 2 എക്സ് ക്രോമസോമാണുള്ളത്. പുരുഷന്മാരിൽ 1 എക്സും 1 വൈയും ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് മനുഷ്യരിലുള്ള ആകെ ക്രോമസോമുകൾ 46 എണ്ണം. അതിൽ 44 എണ്ണം എന്താണ്? സ്വരൂപ ക്രോമസോമുകളാണ്. ഒരുപോലെയുള്ള 2 ക്രോമസോം ചേരുന്നതാണ് ഒരു സ്വരൂപ ക്രോമസോം ജോഡി എന്ന് പറയുന്നത്. ഇനി ബാക്കി 2 എണ്ണം എന്താണ്?
ലിംഗ നിർണയ ക്രോമസോമാണ് ബാക്കി രണ്ടെണ്ണം. അത് എക്സ് ക്രോമസോം ആവാം, വൈ ക്രോമസോം ആവാം. സ്ത്രീകളിലെ 2 XX ആണുള്ളത്, പുരുഷന്മാരിലെ XY ആണ് ഉള്ളത്. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം, ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ് ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണ്. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധി ഏത്? നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധിയാണ് കീലസന്ധി. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണക്കുറവ് ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണക്കുറവ് ഏത് രോഗാവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്? അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇത്രയും ഭാഗം നമുക്ക് ഒന്നുകൂടി നോക്കാം. കാണപ്പെടാത്ത നൈട്രജൻ ബേസ് തൈമിൻ. DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് പൂർണ്ണരൂപം. RNAയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ഭൂരിഭാഗം RNAകളിലും ഒരിഴ മാത്രമാണ് കാണപ്പെടുന്നത്. RNAയിൽ അടങ്ങിയ പഞ്ചസാര റൈബോസ് പഞ്ചസാര. RNAയിൽ തൈമിൻ എന്ന നൈട്രജൻ ബേസ് കാണപ്പെടുന്നില്ല. ഇതിനു പകരം യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണ് കാണപ്പെടുന്നത്. കോശമർമ്മത്തിൽ കാണപ്പെടുന്ന ക്രോമസോമുകളിലാണ് DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണമായ ജീനുകൾ കാണപ്പെടുന്നത് DNA-യിലാണ്. ചുറ്റുകോവണിയുടെ ആകൃതിയാണ് DNA-ക്കുള്ളത്. 1953 ഈ മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞരാണ്. ചുറ്റുകോവണി മാതൃകയനുസരിച്ച് DNA തന്മാത്ര 2 ഇഴ ചേർന്നതാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന 2 നെടിയ ഇഴയും നൈട്രജൻ ബേസുകൾ ചേർന്ന പടികളുള്ള ഘടനയാണ് ഇതിന് ഉള്ളത്. ശരീര ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡി. ഓരോ ജീവജാതിയിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡി അഥവാ 46 എണ്ണമാണ്. ഇതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമാണ്, സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ഒരുപോലെയുള്ള 2 ക്രോമസോം ചേർന്നതാണ് ഒരു സ്വരൂപ ജോഡി. 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമാണ്, സെക്സ് ക്രോമസോംസ് ആണ്. ലിംഗനിർണയ ക്രോമസോം 2 തരത്തിലുണ്ട്. അവയെ X ക്രോമസോം എന്നും Y ക്രോമസോം എന്നും വിളിക്കാം. സ്ത്രീകളിൽ 2 X ക്രോമസോമും പുരുഷന്മാരിൽ 1 X ക്രോമസോമും 1 Y ക്രോമസോമുമാണ് ഉള്ളത്. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധിയാണ് കീലസന്ധി. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണക്കുറവ് ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? അനീമിയ. ഇനി മസ്തിഷ്കത്തെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിലാണ്. മസ്തിഷ്കം എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? തലയോടിനകത്താണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ നോക്കാം. സെറിബ്രം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. നമ്മുടെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ എല്ലാം കേന്ദ്രം സെറിബ്രമാണ്. കാണുക, കേൾക്കുക തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങളും സാധ്യമാക്കുന്നത് സെറിബ്രമാണ്. സെറിബ്രം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം, ഏറ്റവും വലിയ ഭാഗമാണ്. അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ഇവയൊക്കെ സാധ്യമാക്കുന്ന ആരാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ എന്തൊക്കെയാണ്? കാണുക, കേൾക്കുക തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ സാധ്യമാക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. അടുത്ത ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. സെറിബ്രത്തിനും പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. സെറിബെല്ലം എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. നിരവധി ചുളിവുകളും ചാലുകളും സെറിബെല്ലത്തിലും കാണാം. സെറിബെല്ലത്തിൽ നിരവധി ചുളിവുകളും ചാലുകളും കാണാം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സെറിബെല്ലം സഹായിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സെറിബെല്ലം സഹായിക്കുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്. ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം തന്നെയാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. അടുത്തത് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഈ ഭാഗം സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും വരുന്ന ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ആണ്. തലാമസ് എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു.
സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും ആവേഗങ്ങൾ വരും. ഈ ആവേഗങ്ങളെ വീണ്ടും പ്രസരണം ചെയ്യുന്നത്, വീണ്ടും അയക്കുന്നത് ആരാണ്? തലാമസ് ആണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ് ആണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ വരുന്ന സമയത്ത് അത് സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാണ്? തലാമസ് ആണ് അയക്കുന്നത്. അടുത്തത് ഹൈപ്പോ തലാമസ്. തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്നു. ഹൈപ്പോ തലാമസ് എവിടെയാണ് കാണപ്പെടുന്നത്? തലാമസിന് തൊട്ടു താഴെയാണ് കാണപ്പെടുന്നത്. ആന്തര സമസ്ഥിതി പരിപാലനത്തിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോ തലാമസിന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിനും അതുപോലെ ശരീര താപനില, ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ആളാരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഒന്നുകൂടി, മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനകത്താണ്. സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. കാണുക, കേൾക്കുക തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങളും സാധ്യമാക്കുന്നത് സെറിബ്രമാണ്. സെറിബെല്ലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. നിരവധി ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സെറിബെല്ലം സഹായിക്കുന്നു. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗം. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും വരുന്ന ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാണ്? തലാമസ് ആണ്. ഹൈപ്പോ തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിലും ശരീര താപനില നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.